ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ സെയിൽ പ്ലാന്റ് എന്നല്ല കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ നാട്ടിൽ ആരെങ്കിലും കുറച്ചധികം ചെടികളും ചട്ടികളൊക്കെ ഓർഡർ ചെയ്തിട്ട് അവർക്ക് വരാൻ പറ്റൂല എന്ന് കൊണ്ടുതരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടിൽ കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ സ്ഥിരമായി കൊടുക്കുന്ന കുറച്ച് വീടുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന കുറേ ഏറ്റവും കൂടുതൽ ഇത്തമാരാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഓർഡർ തരൽ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഇത്താടെ വീടാണിത്. ആ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെടീൻ്റെയും ചട്ടീൻ്റെയും ഒക്കെ ഓർഡർ തരലുണ്ട്. ആ ഒരു സമയത്ത് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇത്താണ്. അപ്പം ഞാൻ അവിടെ കൊടുക്കും. ഇത് കണ്ടില്ലേ, അവിടെ ആണെങ്കിൽ ഒരുപാട് കളക്ഷനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാലും വളരെ മനോഹരമായിട്ട് അടുക്കും ചിട്ടയിലും അവിടെ ആ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെയർ കളക്ഷൻസും നാടൻ വെറൈറ്റീസും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗാർഡനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഏറ്റവും കൂടുതലും നമ്മളെ ആകർഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിരിക്കുന്ന രീതിയാണ്. അപ്പോൾ മുന്നേയും ഇതുപോലൊരു വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ സ്ഥിരമായി ചട്ടികളും ചെടികളും കൊടുക്കാൻ പോകുന്ന ഒരിത്താടെ വീടാണ്. ആ ഒരു വീഡിയോസ് നിങ്ങൾ കയറി കണ്ടു നോക്കൂ. ഒരേപോലുള്ള ചെടികൾ ഒന്നിലധികം ചട്ടികളിൽ സെറ്റ് ചെയ്തിട്ടാണ് അവിടെയും നന്നായിട്ട് ഗാർഡൻ മനോഹരമാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റൊക്കെ അറിയാമല്ലോ, ഒരു കഷണം നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒരു 2 മാസത്തിനുള്ളിൽ കുറേ തൈകളാക്കി എടുക്കാൻ പറ്റും. ആ കുറേ തൈകളിനെ നമ്മൾ കുറേ ചട്ടികളിൽ വെച്ചിട്ട് കുറഞ്ഞതൊരു 5 പീസ് അല്ലെങ്കിൽ ഒരു 10 പീസെങ്കിലും നിരത്തി ഒരിടത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കലാത്തിയ, മണി പ്ലാന്റ്, ഫിലാഡൻഡ്രോൺ, അഗ്ലോണിമാസ്, പിന്നെ ഇതുപോലുള്ള റെയറായിട്ടുള്ള എന്താ പറയുക ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഒക്കെ കൊണ്ടാണ് കേട്ടോ മനോഹരം. പിന്നെ കുറച്ച് സ്ഥലം അവിടെ ഉള്ളെങ്കിൽ കൂടി അത്യാവശ്യം കഴിക്കാനുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട്. കൃഷിയും ചെടികളും ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിട്ട് സ്ഥലമില്ല നടാനെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടും കേട്ടോ. ഇതൊക്കെ ഇത്തിരിയുള്ള കുറച്ച് സ്ഥലത്താണ് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ആദ്യകാലത്തെ അഗ്ലോണിമയാണ്. ഇതാണല്ലോ എല്ലാവർക്കും ആദ്യമേ അഗ്ലോണിമ പറയുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത്. അപ്പോൾ ആ ഒരു അഗ്ലോണിമയൊക്കെ ഒരുപാട് തൈകൾ വേഗം പൊട്ടുന്നതാണ്. ആ ഒരു സമയത്ത് പല പല ചട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫിൻ ബാജിയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല വെറൈറ്റീസാണ്. അപ്പം നമുക്കത് വേഗം നല്ല തിങ്ങിയ ചട്ടികളിൽ കിട്ടും. ആ ഒരു സമയത്ത് ഇങ്ങനെ അടുക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, കലാത്തിയായും പീസിലില്ലിയാണ്. ബേസിലിയൊക്കെ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.